നമസ്കാരം. ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദനും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. ഗീതു ഇങ്ങനെ ഗോവിന്ദനെ കാലമാടൻ മാർക്കോടൻ അങ്ങനെ ഓരോ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഗോവിന്ദന് ദേഷ്യം വരുന്നുണ്ട്. ആടിനെന്തിന് അങ്ങാടി വാണിഭം എന്നൊക്കെ പറയുമ്പോൾ നീ ആടെന്ന് ഉദ്ദേശിച്ച് തന്നെ ലെടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഈ കോപ്രായങ്ങൾ തന്നെ നമുക്ക് ഈ വീഡിയോ പകർത്തി കോടതിയിൽ കൊടുത്താൽ തന്നെ നിനക്ക് വട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാവും എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഗീതു സ്വയം തന്നെ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ട്, മനസ്സിലായില്ലേ നിനക്ക്, ഇത് നീയാളുടെ സ്വഭാവം, പിന്നെ എങ്ങനെ നേരാവാൻ, ഇനി നീ ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് ഗീതു സ്വന്തം പ്രതിബിംബത്തിനോട് വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവൾക്ക് ശരിക്കും വട്ടാണ്, ഇവൾ കണ്ണാടി നോക്കി എന്തൊക്കെ ഈ പറയണേ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഗീതുവിൻ്റെ ഫോണിലേക്ക് കിഷോർ വിളിക്കുന്നുണ്ട്. കിഷോർ വിളിച്ചിട്ട് ഞാനൊരു ആ വർക്കിൻ്റെ ഡിസൈനൊക്കെ അയച്ചിട്ട് അതിനുള്ള മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്തായാലും കിഷോറിനോട് ഗീതു പറയുന്നുണ്ട്, ഫോൺ എടുക്കാത്തത് മര്യാദകേടായതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞാൻ അവർണികയോട് പറഞ്ഞിട്ടുണ്ട്, അവർണിക എന്നെ വിളിച്ച് പറയും, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ ആ പ്രൊജക്റ്റ് തയ്യാറാക്കിയത്, അപ്പോൾ എനിക്കിനി അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഗീതുവിന് എന്തായാലും പ്രൊജക്റ്റിനെ കുറിച്ച് പെട്ടെന്നൊന്നും മറുപടി പറയാൻ പറ്റില്ലല്ലോ. കാരണം സാന്ദ്ര പറഞ്ഞിട്ട് വേണമല്ലോ ഗീതുവിന് അതറിയാൻ. അപ്പോൾ എന്തായാലും ഗീതു അത് ഇങ്ങനെ ഒരു മുട്ടാപ്പൂക്ക് ന്യായങ്ങൾ പറയുമ്പോൾ, എന്താ മേഡം ഫുഡ് ഡെലിവറി പോലെയായിരുന്നു വിചാരിച്ചോ ഈ കാര്യങ്ങളൊക്കെ, ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ കിഷോർ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്നുണ്ടായ സൗഭാഗ്യത്തിൽ കണ്ണ് മഞ്ഞളിച്ച നിനക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ എന്തറിയാം എന്നും കൂടെ പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും വിടുന്നുണ്ട്. കിഷോർ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അലറുന്നുണ്ട്. മൈൻഡ് യുവർ വേഴ്സ്, ഇനി താൻ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ താൻ വിവരം അറിയും, താൻ പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ AGM ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്, അതായത് എൻ്റെ സ്ഥാപനമാണ് അവിടെ. അതവിടെ നീ ഒരു ചെറിയൊരു ജോലിക്കാരൻ മാത്രം, സ്റ്റാഫാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്നും പറഞ്ഞ് ഗീതു ഫോൺ വെച്ചു. അതിനുശേഷം നിൻ്റെ മേഡത്തിന് എന്തൊരു അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരെക്കുറിച്ചിന് കിഷോർ ഈ പറയണേന്നൊക്കെ അവർണിക ചോദിക്കുമ്പോൾ, നിൻ്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് ഗീതാഞ്ജലി, ഞാൻ ആ മേഡത്തിനൊന്നും അറിയാണ്ടൊന്ന് വിളിച്ചു പോയി, എന്നെ പറയാത്ത വാക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതും പറഞ്ഞത് അതിന് കിഷോറിൻ്റെ ആവശ്യമില്ലല്ലോ, കിഷോർ എന്തിനാ ഗീതുവിനെ വിളിക്കാൻ പോയത്, എന്തുണ്ടെങ്കിലും എന്നോട് പറയാ, ഞാനത് ഗീതാഞ്ജലിയോട് പറയും, അതാണ് ഗീതുവിന് ഇഷ്ടം, കിഷോർ എന്തിനാ ഓവർ സ്മാർട്ട് കളിക്കാൻ പോയേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അവർണിക കിഷോറിന് ശരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ ശരിക്കും എന്നെ സ്റ്റാഫായാണോ കാണണമെന്ന് ചോദിക്കുമ്പോൾ അതെ, ജോലിക്കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം ഗീതു കിഷോറിൻ്റെ മേലുദ്യോഗസ്ഥ ഞാൻ, എൻ്റെ ബോസ് ശരിക്കും ഗീതാഞ്ജലിയുടെ ബോസ് ഗോവിന്ദ് സാർ, അവിടെ അങ്ങനെയാണ്, ഹസ്ബൻഡ് വൈഫൊക്കെ വീട്ടിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അവർണിക ദേഷ്യപ്പെടുന്നുണ്ട്. കിഷോർ എന്തായാലും ആകെ ചമ്മി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അയ്യപ്പേട്ടനാണ്. അയ്യപ്പേട്ടൻ കാറ് കഴുകുന്ന ഡ്രൈവറെ വഴക്കൊക്കെ പറയുന്നുണ്ട്. വേദനിക്കും, ബാലഗോപാലിന് എണ്ണ തേപ്പിക്കുന്ന പോലെയൊക്കെയാണ് നീ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് കാഞ്ചനയും വരുന്നുണ്ട്. കാഞ്ചന പറയുന്നുണ്ട്, അയ്യപ്പേട്ട ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതുപാപ്പയുടെ കയ്യൊപ്പിട്ടും കഴിഞ്ഞിട്ടേ സമ്മതപത്രം കൊടുത്തില്ലേ, അതിന് പോലീസ് കേസ് അങ്ങനെയൊക്കെ കേൾക്കുന്നു പറയുന്നു. ആ സമയത്ത് എന്നെ ഗേറ്റ് തുറന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ അയ്യപ്പേട്ടന് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ ഇത് പ്രശ്നമാവുന്നുണ്ട്. അങ്ങനെ കാഞ്ചന ശരിക്കും ഓടിപ്പോയി രാധികയുടെ മുറിയിൽ ഒളിക്കുന്നുണ്ട്. രാധിക വിചാരിച്ച് കാഞ്ചന മോഷ്ടിക്കാൻ വന്നതാണെന്ന് വിചാരിച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വന്ന രാധിക കാഞ്ചനയുടെ കരണത്തടിക്കുന്നുണ്ട്. ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല രാധിക അമ്മ, പോലീസിനെ പേടിച്ചിട്ടുണ്ട്. പോലീസോ? അതെ, പോലീസ് അവിടെ വന്നിട്ടുണ്ട്, ഇതിപ്പോൾ അവരെ കള്ളൊപ്പിട്ടത് ആരെന്നറിയാൻ വേണ്ടി വന്നതാണ്, അത് നീ എന്തിനാ പേടിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വരുണും അങ്ങോട്ട് വരുന്നുണ്ട്. വരുൺ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇനി ഒരു രക്ഷയില്ല, അമ്മ ജയിലിൽ കിടക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഗീതു കനിയണം, അമ്മ ഗീതുവിൻ്റെ കാല് പിടിക്കണം. അപ്പോൾ ഞാനോ, അതിനും ഭേദം ഞാൻ പോയി കഴിഞ്ഞിട്ട് ജയിലിൽ കിടക്കാം, എന്നാൽ പിന്നെ അമ്മ അങ്ങനെ ചെയ്യാം, അമ്മ വാശി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഗീതുവിൻ്റെ കാല് പിടിക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വരുൺ കാഞ്ചനെ അവിടെ നിന്ന് മുറിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേഖനെയാണ്. രേഖ ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ പേരിൽ ഗീതു മൊഴി കൊടുക്കും, പിന്നെ പ്രശ്നമാവും, നാട്ടുകാരൊക്കെ അറിയും, നമ്മൾക്ക് നാണക്കേടാവും, ഗോവിന്ദേട്ടൻ ഗീതുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നൊക്കെ ഇപ്പോൾ രേഖ പറയുന്നുണ്ട്. ആ സമയത്ത് ഗീതു വന്ന് പറയുന്നുണ്ട്, രേഖേച്ചി വരുണേട്ടനെ പ്രതീക്ഷിച്ചാണോ,
ഇങ്ങനെ പറയുന്നത്? ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യലോടുകൂടി വരുന്നേട്ടൻ നന്നാവും എന്ന് പറഞ്ഞപ്പോൾ അതെയോ, എന്നാൽ ഞാൻ അവർക്ക് ചായ അല്ല ബ്രേക്ക്ഫാസ്റ്റ് വരെയും കൊടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് നമ്മുടെ രേഖ സന്തോഷത്തോടെ പുറത്തേക്ക് പോകും. അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട്, നീ കേസിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നിന്നായിട്ടുള്ള ഡൈവോഴ്സ് ഞാൻ പിൻവലിക്കാം, നിന്നെ ഭാര്യയായി തന്നെ അംഗീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്മാറണം, കാരണം നീ അമ്മയുടെ പേരിൽ മൊഴി കൊടുക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അല്ലെങ്കിൽ വരുണിൻ്റെ പേരിലും അത് പാടില്ല, പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് എന്തായാലും എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ശരി ഇതിൽ നിന്ന് ഞാൻ പിന്മാറേണ്ട പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഗീതു അങ്ങനെ ധൈര്യപ്പെട്ട് പറയുമ്പോൾ ഗോവിന്ദ് ദേഷ്യം വരുന്നുണ്ട്. നീ എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, നീ നോക്കിക്കോ, നീ എന്നെ പേടിക്കേണ്ട, പക്ഷേ ഒപ്പം നിന്നവർ സ്നേഹിതന്മാർ ചതിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ഒരച്ഛൻ്റെ മകനാണ് ഞാൻ, എൻ്റെ രക്തത്തെ നീ പേടിക്കണം, എന്നെ നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് പോകും. ഇത് ആദ്യം ഒന്നും ഇങ്ങനെ ഡള്ളായി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രാധികാമ്മനാണ്. രാധികാമ്മ DYSPനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കോടതി ഉത്തരവിട്ടത് കൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഗീതുവിൻ്റെ കാല് പിടിക്കാതെ എന്ന് നമ്മുടെ രാധികാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം എന്തായാലും കണ്ണനെ സോപ്പിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട്. കണ്ണ ചരിത്രം ആവർത്തിക്കാൻ പോണ്, ഗീതു എന്തായാലും എൻ്റെ പേരിൽ മൊഴി കൊടുക്കുള്ളൂ, ചെയ്യാത്ത തെറ്റിന് അമ്മ ജയിലിൽ പോയി കിടക്കും, അപമാനം മൂലം അമ്മ മാധവേട്ടൻ ചെയ്തതുപോലെ തന്നെ അമ്മയും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ ആകെ പേടിക്കുന്നുണ്ട്. ഗോവിന്ദൻ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോണതും അച്ഛൻ്റെ മരണവും ഒക്കെ ഗോവിന്ദൻ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് അമ്മനെ അങ്ങനെ ഒരു ജാതിയിലേക്ക് ഞാൻ ഇറക്കി വിടില്ല, ഗീതുവിനായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞോളാം, അമ്മ ഗീതുവിൻ്റെ കാലൊന്നും പിടിക്കേണ്ട, കാല് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. രാധികയുടെ കള്ളക്കണ്ണീരിൽ നമ്മുടെ ഗോവിന്ദൻ മൂക്ക് കുത്തി വീഴുന്നുണ്ട്. പിന്നെ കേട്ടത് നല്ലൊരു കയ്യടിയാണ്. നോക്കിയപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ കയ്യടിച്ച് രാധികരെയും ഗോവിന്ദൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രാധിക ഇങ്ങനെ കയ്യടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നത്, എന്താ നിനക്ക് കയ്യടിച്ച് ചിരിക്കാനായിട്ട് ഇവിടെ വല്ല തമിഴ് പടത്തിൻ്റെ ഭാഗങ്ങളങ്ങാനുണ്ടോ എന്ന് വെച്ചപ്പോൾ അതൊന്നല്ല, എൻ്റെ രണ്ടാനമ്മയുടെ കള്ളക്കണ്ണീരും ഈ അഭിനയത്തിന് മുന്നിൽ ഞാൻ ശരിക്കും നമിച്ചു പോയി, അഭിനയം കണ്ട് ഞാൻ അഭിനന്ദിച്ചതാണ് കണ്ണേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. നീ എൻ്റെ അമ്മയുടെ പേരിൽ മൊഴി കൊടുക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്തായാലും അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോൾ കേസല്ല, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ചെയ്താലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.